ഹലോ, ഞാനെന്നൊരു ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വീഡിയോയാണ് വീണ്ടും കാണിക്കുന്നത്. ഗുജറാത്തിൽ തന്നെയാണ്. ഒരു മലേൻ്റെ മുകളിലുള്ള ഒരു ക്ഷേത്രമാണ്. അത് ഒരു ഏകദേശം ഒരു 10,000 സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറിയിട്ട് പോകുന്ന ഇതാണ്. പിന്നെ റോപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ കയറിയിട്ട് തന്നെ പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഒരു 1500 സ്റ്റെപ്പ് കയറി കഴിഞ്ഞു. അതിൻ്റെ ശേഷമുള്ള സീനാണ്. റോപ്പൊക്കെ ഉണ്ട്. റോപ്പ് 7 മണിക്ക് സ്റ്റാർട്ടാവുള്ളൂ. താഴ്ന്ന് വടി കിട്ടും. 20 രൂപയാണ് വടിക്ക്. തിരിച്ചു പോകുമ്പോൾ കൊടുത്താൽ 20 രൂപ തിരിച്ചു തരും. നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ 50 രൂപ കൊടുക്കണം. ഏഴ് മണിയായി സമയം. രാത്രി ഓരോരുത്തർ കയറി ഇപ്പോൾ ചില ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 2000 സ്റ്റെപ്പ് കയറി കാണും. പക്ഷേ ഭയങ്കര റിസ്ക്കാണ്. ടഫ് കൂടി വരിക മേലോട്ട് പോകുന്നതോറും. പിന്നെ മഴക്കാറുണ്ട്. ഈ ബിൽഡിങ്ങുകളൊക്കെ ഇവർ ഇങ്ങനെ ഏറ്റി കൊണ്ടുവന്നിട്ടേ തലയിൽ ഇത് അങ്ങനെ സിമെൻറ്റും മണ്ണിൽ കെട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ വെച്ചതാണ് ഉണ്ടാക്കിയത്. അതൊരു ഓപ്ഷൻ ഉണ്ടല്ല. മൊത്തം കോടയാണ്. കോട ഇറങ്ങിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. സ്റ്റെപ്പ് കറക്റ്റ് ശരിക്കും കുത്താനുള്ള സ്റ്റെപ്പല്ല, എന്നാലും സ്റ്റെപ്പ് പോയിട്ട് ഒരു ചെറിയൊരു ലാൻഡിങ് വരും. ലാൻഡിങ് കഴിഞ്ഞിട്ട് അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുന്നു. ഇതിന് മേലെത്തണം. ഇനി കുറച്ച് പണിയുണ്ട് കയറി പോകണമെങ്കിൽ. എത്ര സ്റ്റെപ്പ് കയറി എന്നിപ്പോൾ ഒരു പുറത്തില്ല കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട് മേലോട്ട്. ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 4:30-ക്ക് ശേഷം അലോടുള്ളൂ. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കലമാനയൊക്കെ ഉണ്ട് വഴിയിൽ. സിംഹമൊക്കെ ഇറങ്ങുന്ന പറയുന്നത്. അതുകൊണ്ട് രാത്രി ഒന്നും അലോഡില്ല. ഭയങ്കര കോടയാണ്. കോട ഇറങ്ങുന്നുണ്ട് നന്നായിട്ട്. റോപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മേലെ പോകാൻ. പക്ഷേ ഇന്ന് കാറ്റ് കാരണം അത് ക്ലോസ് ആയിരിക്കണം. കയറാൻ പറ്റുന്നില്ല. ഒരാൾക്ക് 350-400 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കയറി എത്തി ഒരു കവാടം എത്തിയിട്ടുണ്ട്. ഒരു പഴയ ഉടങ്ങി കവാടം കറന്നിട്ടാണ് ഇനി അടുത്ത യാത്ര.
കയറി കയറി ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഇനി ഇവിടുന്ന് ഇനിയും മേലോട്ട് കയറാനുണ്ട്. ഉള്ളിലൊന്നും കയറിയില്ല, പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടതാണ്. ഇറങ്ങി വരുമ്പോൾ കയറാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതാണ് ഗിർനാർ മാപ്പ്. ഇപ്പോൾ നമ്മൾ 5000 സ്റ്റെപ്പ് കയറി വന്നു. ലാൻഡിങ്ങാണ്. ഇവിടെയാണ് ആ റോപ്പ് വന്നിട്ട്, ഇതുവരെ റോപ്പുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 5000 സ്റ്റെപ്പും കൂടെ ഉണ്ട് കയറാൻ. ഇത്ര ഹാർഡല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 5000 കയറി വന്നാണ് ഹാർഡായിട്ടുള്ളത്. നമ്മൾ കയറി വന്നത് കാലൊരു വഴിക്കായിട്ടുണ്ട്. ബാക്കി കൂടി കയറി താഴോട്ട് വരുമ്പോൾ അറിയാം സ്ഥിതിഗതികൾ എങ്ങനെയാണെന്നുള്ളത്. കാറ്റിനെ തടുക്കാൻ പറ്റുന്നില്ല മക്കളെ, വല്ലാത്ത കാറ്റ്. ഇനി നടക്കട്ടെ കേട്ടോ. ഇനി ഒരു 5000 സ്റ്റെപ്പും കൂടെ ഉണ്ട്. അപ്പോൾ 5000 സ്റ്റെപ്പ് കയറി ഇനി കുറച്ച് സമാധാനത്തിൽ ഉള്ള ഒരു സ്റ്റെപ്പാണ്. ഭയങ്കര വൈബാണ്. അയ്യോ, ഇപ്പോൾ ഏകദേശം പറഞ്ഞാൽ ആകാശത്തിൻ്റെ അടുത്ത് എത്തിയാണ്. മേഘങ്ങളൊക്കെ നമ്മൾ തലേൻ്റെ മേലെ കൂടെ പോകുന്നു. ഇതിൻ്റെ മുകളിലൊരു ബിൽഡിംഗ് ഉണ്ട്. ഒരു അമ്പലം തന്നെയാണ് പറയുന്നത്. ഇനി അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെയും കൂടി കയറിയിട്ട് വേണം ഇറങ്ങാൻ. ഇപ്പോൾ ഏകദേശം കാറ്റൊക്കെ ഒന്ന് അമർന്ന് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഈ പോണ വഴിയിലുണ്ട് അവിടെ ഈ ആളുകൾ ഇതാ കല്ലിങ്ങനെ പെറുക്കിക്കുന്നത്. ഇവിടുത്തെ ഇവരെ ഒരു വഴിപാടാന്ന് തോന്നുന്നു, ഒരു വിശ്വാസമാണ്. ഏകദേശം കണ്ട നമ്മളവിടെയൊക്കെ ചെറുപ്പത്തിൽ ചട്ടിപ്പന്ത് കളിച്ചിരുന്നു. അതേപോലത്തെ സിസ്റ്റം. ആളുകളിങ്ങനെ പെറുക്കി വെച്ച് പോകാണ്. കണ്ടാ ഇനി നമ്മൾ ഈ മലയുടെ മേലോട്ടാണ് പോകുന്നത് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് അങ്ങോട്ടാണ്. നേരത്തെ കാണിച്ച മലേൻ്റെ മേലുള്ള ഒരു അമ്പലമുണ്ട്, അവിടെ എത്തി. ഇപ്പോൾ അവിടെ കയറി ഇനി താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി ഇവിടെ നിന്ന് 5000 ഇറങ്ങാണ്ട്, പിന്നെ കുറച്ച് കയറാണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ആകാശത്തിൻ്റെ ചെന്ന് മുട്ടിപ്പോവും, മേഘത്തിൽ മുട്ടി ആണിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കയറ്റം ഉദ്ദേശ സ്ഥലത്തെത്തി. ഇനി നമ്മൾ തിരിച്ചു പോകണം. നമ്മൾ തിരിച്ചിറങ്ങണം. ആ കാണുന്ന മലേൻ്റെ മുകളിൽ പോയിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ
ഇനി തിരിച്ചു പോകേണ്ട കാര്യം വെച്ചിട്ടുണ്ട്. കാലുകൊണ്ട് നടക്കാൻ വയ്യ, ഇത്രയും പെയിനാ കൊണ്ടുവന്ന് കയറി വന്നിട്ട്. പതിനൊന്നര മണി കഴിഞ്ഞു. 6 മണിക്ക് കാറിലിറങ്ങി കയറി പോന്നതാണ്. തിരിച്ചു പോകണം. 4.5 മണിക്കൂർ സമയമെടുത്ത് ഇതിൻ്റെ മുകളിലെത്താണ്. ഇവിടെ താഴെ ഒരു തടാകമുണ്ട്. ആളുകളെ പൊക്കിയിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ഇവിടെ. നടക്കാൻ വയ്യാത്തവരെ ഇരുത്തിയിട്ട് കസാല ഇരുത്തിയിട്ട് കൊണ്ടുപോകണം. ഇതിലൊക്കെ ഇവിടെ ആളുകളുണ്ട് ഇങ്ങനത്തെ പരിപാടിക്ക്. ആൾക്കാരെ കൊണ്ടുപോകാൻ, സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, ഇങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ കയറി പോകും.